ശിവരാത്രി എന്നത് വെറുമൊരു ആഘോഷം മാത്രമല്ല, അത് ലോകം വിനാശത്തിന്റെ അരികിൽ നിന്നപ്പോൾ സംഭവിച്ച 3 വലിയ സത്യങ്ങളുടെ സാക്ഷ്യമാണ്. ശിവരാത്രിക്ക് മുൻപോ ശിവരാത്രി ദിവസമോ ആണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒരു ശുഭവാർത്ത നിങ്ങളെ തേടിയെത്താതിരിക്കില്ല. മംഗലകാര്യ സാധ്യത്തിനായി വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, ഓം നമഃശിവായ എന്ന് കമന്റ് ചെയ്യുക. ഈ ഒരു രാത്രിയിൽ പ്രപഞ്ചത്തെ മാറ്റിമറിച്ച 3 സംഭവങ്ങൾ അരങ്ങേറി. ഒരു വശത്ത് വിവാഹത്തിന്റെ മംഗളധ്വനികൾ മുഴങ്ങിയപ്പോൾ, മറുവശത്ത് പ്രപഞ്ചത്തെ വിഴുങ്ങാൻ പോകുന്ന കാളകൂട വിഷത്തിന്റെ ഭീകരതയായിരുന്നു. ഒപ്പം ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും അഹങ്കാരം തകർത്ത ആഗ്നേയ സ്തംഭത്തിന്റെ കഥയും. ലിംഗോദ്ഭവം, ആഗ്നേയ സ്തംഭം. ഒരിക്കൽ ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ ആരാണ് കൂടുതൽ ശ്രേഷ്ഠൻ എന്ന കാര്യത്തിൽ വലിയ തർക്കമുണ്ടായി. ഇരുവരുടെയും അഹങ്കാരം പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ തെറ്റിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്കിടയിൽ അനന്തമായ ഒരു അഗ്നിസ്തംഭം പ്രത്യക്ഷപ്പെട്ടു. ആ സ്തംഭത്തിന്റെ തുടക്കമോ ഒടുക്കമോ കാണാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല. ആരാണോ ഇതിന്റെ അറ്റം കണ്ടെത്തുന്നത് അവരായിരിക്കും ശ്രേഷ്ഠൻ എന്ന് ആ സ്തംഭത്തിൽ നിന്ന് ഒരശരീരി മുഴങ്ങി. വിഷ്ണു ഭഗവാൻ വരാഹരൂപമെടുത്ത് ഭൂമി പിളർന്ന് താഴേക്ക് പോയി. ബ്രഹ്മാവ് ഹംസരൂപത്തിൽ മുകളിലേക്കും പറന്നുയർന്നു. യുഗങ്ങൾ കഴിഞ്ഞിട്ടും ആർക്കും അറ്റം കണ്ടെത്താനായില്ല. വിഷ്ണു ഭഗവാൻ തന്റെ പരാജയം വിനയത്തോടെ സമ്മതിച്ചു. എന്നാൽ ബ്രഹ്മാവ് മുകളിൽ നിന്ന് വീണ ഒരു കൈതപ്പൂവിനെ സാക്ഷിയാക്കി താൻ അറ്റം കണ്ടുവെന്ന് നുണ പറഞ്ഞു. അപ്പോൾ ആ അഗ്നിസ്തംഭത്തിൽ നിന്ന് മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയും ബ്രഹ്മാവിന്റെ കള്ളം പറഞ്ഞ ആ തല ഛേദിക്കുകയും ചെയ്തു. മഹാദേവന്റെ ആ ഭയാനക അഗ്നിരൂപത്തെ തണുപ്പിക്കാനായി ദേവന്മാർ പാലും ജലവും അഭിഷേകം ചെയ്തു. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ രുദ്രാഭിഷേകം. കാളകൂട വിഷം. ദേവാസുരന്മാർ അമൃതിനായി സമുദ്രമഥനം നടത്തിയപ്പോൾ ആദ്യമുയർന്നു വന്നത് അമൃതായിരുന്നില്ല, മറിച്ച് പ്രപഞ്ചത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുള്ള കാളകൂട വിഷമായിരുന്നു. ലോകത്തെ രക്ഷിക്കാനായി മഹാദേവൻ ആ വിഷം പാനം ചെയ്തു. എന്നാൽ മാതാ പാർവതി ആ വിഷം മഹാദേവന്റെ തൊണ്ടയിൽ തടഞ്ഞു നിർത്തി. വിഷത്തിന്റെ കാഠിന്യത്താൽ മഹാദേവൻ ബോധരഹിതനാകാതിരിക്കാൻ ദേവന്മാർ അന്ന് രാത്രി മുഴുവൻ ഉറക്കമിളച്ചിരുന്ന് ഭജന പാടുകയും ജലം കൊണ്ട് അഭിഷേകം നടത്തുകയും ചെയ്തു. ലോകത്തെ രക്ഷിക്കാൻ മഹാദേവൻ നടത്തിയ ആ ത്യാഗത്തെ നാം ഓരോ ശിവരാത്രിയിലും ജാഗരണത്തിലൂടെയും ഉപവാസത്തിലൂടെയും സ്മരിക്കുന്നു. ശിവ-ശക്തി വിവാഹം. സതീദേവിയുടെ വിയോഗത്തിനു ശേഷം എല്ലാം ഉപേക്ഷിച്ച് തപസ്സിലായ മഹാദേവനെ തിരികെ കൊണ്ടുവരാൻ പാർവതി കഠിനമായ തപസ്സനുഷ്ഠിച്ചു. പ്രകൃതിയും പുരുഷനും ഒന്നാകാതെ പ്രപഞ്ചം പൂർണ്ണമാകില്ലായിരുന്നു. പാർവതീദേവിയുടെ തപസ്സിൽ സംപ്രീതനായ മഹാദേവൻ തന്റെ വൈരാഗ്യം വെടിഞ്ഞ് ദേവിയെ സ്വീകരിക്കാൻ തീരുമാനിച്ചു. മഹാശിവരാത്രി നാളിലായിരുന്നു ആ മംഗലകരമായ ശിവശക്തി വിവാഹം നടന്നത്. അലഞ്ഞു നടന്ന സന്യാസിയായ മഹാദേവൻ ഒരു ഗൃഹസ്ഥനായി മാറിയ ആ രാത്രി പ്രണയത്തിന്റെയും കൂടിച്ചേരലിന്റെയും ഉത്സവം കൂടിയാണ്. ഈ വരുന്ന ശിവരാത്രി നാളിൽ നിങ്ങൾ ഒരു പാത്രം ജലം ശിവലിംഗത്തിൽ അർപ്പിക്കുമ്പോൾ ഓർക്കേണ്ടത്, നിങ്ങൾ ആഗ്നേയ സ്തംഭത്തെ തണുപ്പിക്കുകയാണ്. ലോകത്തെ രക്ഷിക്കാൻ ഭഗവാൻ കുടിച്ച വിഷത്തിന്റെ ചൂട് മാറ്റുകയാണ്. അനശ്വരമായ പ്രണയത്തിന്റെ ഒത്തുചേരൽ ആഘോഷിക്കുകയാണ്. നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെ വെടിഞ്ഞ് സത്യത്തിന്റെ പാതയിൽ സഞ്ചരിക്കുക എന്നതാണ് ഈ പുണ്യരാത്രി നൽകുന്ന പാഠം. മഹാദേവന്റെ ഈ 3 സത്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം താഴെ കമന്റ് ചെയ്യുമല്ലോ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.